അക്കാഡമിയുടെ ഇന്നത്തെ ലെക്ചറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പോളിനോമിയൽസിന്റെ ലാസ്റ്റ് ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ ഈ സിലബസ് വെച്ചുള്ള ലാസ്റ്റ് എക്സാമുകളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, ഇത് 2022 ചോദിച്ചതാണ്. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എക്സാമിൻ വെദർ എക്സ് ഈക്വൽ ടു 3 ഈസ് എ സീറോ ഓഫ് ദ പോളിനോമിയൽ. ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്, ആ പോളിനോമിയലിന്റെ സീറോ ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഒരു പോളിനോമിയലിന്റെ സീറോ എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് ഒരു പോളിനോമിയലിന്റെ സീറോ ആകണമെങ്കിൽ എന്തായിരിക്കണം? പി ഓഫ് എ എന്ന് പറയുന്നത് സീറോ എന്ന് കിട്ടണം നമുക്ക്, അല്ലേ? സോ ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പി ഓഫ് 3 കണ്ടുപിടിക്കാം. അതായത് എക്സിന് എന്ത് കൊടുക്കുക? 3 കൊടുക്കുക. ദാറ്റ് ഈസ് 3 ക്യൂബ് മൈനസ് 4 ഇൻറ്റു 3 സ്ക്വയർ പ്ലസ് 3 പ്ലസ് 6 എന്ന് കിട്ടും. സോ ദിസ് ഈസ് ഈക്വൽ ടു 3 ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ്? 27 മൈനസ് 4 ഇൻറ്റു 3 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 9 പ്ലസ് 3 പ്ലസ് 6 എന്ന് പറയുന്നത് എത്ര വരും? 9 വരും. ദാറ്റ് ഈസ് 27 മൈനസ് 9 ഇൻറ്റു 4 എത്രയാണ്? 36 പ്ലസ് 9 എന്ന് വരും. അഗെയിൻ 27 പ്ലസ് 9 എന്ന് പറയുന്നത് എത്രയാണ്? 36 ആണ്. സോ 36 മൈനസ് 36 ഈക്വൽ ടു എത്ര എന്ന് കിട്ടും? നമുക്ക് 0 എന്ന് കിട്ടും. അതായത് ഇതിൽ നിന്ന് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? എക്സ് ഈക്വൽ ടു 3 എന്ന് പറയുന്നത് ഈസ് എ സീറോ ഓഫ് ദിസ് പോളിനോമിയൽ എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇത് എളുപ്പമുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് രണ്ടാമത്തേത് എന്താണ്? അത് 2022 തന്നെയാണ്. 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ പോളിനോമിയൽ 4x ക്യൂബ് പ്ലസ് 6x സ്ക്വയർ പ്ലസ് കെ ഈസ് ഡിവൈഡഡ് ബൈ 2x പ്ലസ് 5 ദ റിമൈൻഡർ ഈസ് 3 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പോളിനോമിയലിനെ 2x പ്ലസ് 3 2x പ്ലസ് 5 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ റിമൈൻഡർ എന്ന് പറയുന്നത് 3 ആണ്. അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഏതെങ്കിലും ഒരു പോളിനോമിയലിനെ എക്സ് മൈനസ് എ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് എന്താണ്? പി ഓഫ് എ ആണെന്ന് റിമൈൻഡർ തിയറം വെച്ച് നമുക്ക് പറയാൻ പറ്റും, അല്ലേ? ഇവിടെ പക്ഷേ എക്സ് മൈനസ് എ എന്നുള്ള ഫോമിലല്ല കിടക്കുന്നത്, 2x പ്ലസ് 5 എന്നാണ് കിടക്കുന്നത്. 2x പ്ലസ് 5നെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? എക്സ് മൈനസ് 5/2 എന്ന് എഴുതാൻ മേലെ ഞാൻ ഇവിടുന്ന് 2 ഇവിടേക്ക് എടുത്തു. ഓക്കെ, 2 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പം നമുക്ക് എന്തെന്ന് വരും? എക്സ് മൈനസ് 5/2 എന്ന് വരും. അതായത് ഇത്രയും ചെയ്താൽ മതി. നിങ്ങൾ 2x പ്ലസ് 5 ഈക്വൽ ടു 0 എഴുതുക. അതായത് 2x ഈക്വൽ ടു എന്തെന്ന് വരും? -5 എന്ന് വരും. ഓർ എക്സ് ഈക്വൽ ടു എന്തെന്ന് വരും? -5/2 എന്ന് വരും. അതായത് എക്സ് പ്ലസ് 5/2 ആണ് ശരിക്കും നമുക്ക് ചെയ്യേണ്ടത്. ഈ 2x പ്ലസ് 5ന് പകരം ഏതാണ് ശരിക്കും ഉള്ളത്? എക്സ് പ്ലസ് 5/2 ആണ്. എക്സ് പ്ലസ് 5/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശരിക്കും? വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 5/2 ആണ്. അതായത് ഇവിടെ എ എന്ന് പറയുന്നത് എത്രയാണ്? -5/2 ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഇവിടെ എന്താണ് നമുക്കറിയാവുന്നത്? റിമൈൻഡർ, അല്ലെ? റിമൈൻഡർ എന്ന് പറയുന്നത് 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എക്സ് മൈനസ് എ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? റിമൈൻഡർ ആയ പി ഓഫ് എ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഏതാണ്? എക്സ് പ്ലസ് 5/2 ആണ്. അതായത് എക്സ് എ എന്ന് പറയുന്നത് പി ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? പി ഓഫ് -5/2 ആണ്. ആ പി ഓഫ് -5/2ന്റെ വാല്യൂ എത്രയാണ് കിട്ടുന്നത്? 3 ആണ് നമുക്ക് കിട്ടുന്നത്. ഒന്നുകൂടെ പറയാം, നമുക്ക് എന്താണ്? 2x പ്ലസ് 5 വെച്ചാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ആ 2x പ്ലസ് 5നെ നമ്മൾ 0 ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? എക്സ് ഈക്വൽ ടു -5/2 എന്ന് കിട്ടും. അതായത് അത് ശരിക്കും എന്താണ്? എക്സ് പ്ലസ് 5/2 ആണ്. സോ നമുക്ക് 2x പ്ലസ് 5നെ എങ്ങനെ എഴുതാനായിട്ട് പറ്റും? എക്സ് പ്ലസ് 5/2 എന്ന് എഴുതാനായിട്ട് പറ്റും. അതായത് എക്സ് മൈനസ് -5/2, അതല്ലേ എക്സ് പ്ലസ് 5/2 എന്ന് പറയുന്നത്. സോ എക്സ് മൈനസ് എ എന്നുള്ള ഫോമിലായി. ആ എ എന്ന് പറയുന്നതിന്റെ വാല്യൂ എത്രയാണ് ഇവിടെ? -5/2 ആണ്. സോ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് പി ഓഫ് -5/2 എന്ന് പറയുന്നത് എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആ പോളിനോമിയലിൽ എക്സ് ഉള്ളിടത്തെല്ലാം -5/2 കൊടുക്കുക. സോ നമുക്ക് എങ്ങനെ വരും? 4 ഇൻറ്റു -5/2ന്റെ ക്യൂബ് പ്ലസ് 6 ഇൻറ്റു എന്ത് വരും? -5/2ന്റെ സ്ക്വയർ പ്ലസ് കെ ഈക്വൽ ടു എത്ര എന്ന് കിട്ടും? 3 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 4 ഇൻറ്റു -5/2ന്റെ ക്യൂബ് എന്ത് വരും? മൈനസ് ഓഫ് 5ന്റെ ക്യൂബ് 125 ഡിവൈഡഡ് ബൈ 2 ക്യൂബ് 8 പ്ലസ് 6 ഇൻറ്റു -5ന്റെ സ്ക്വയർ 25 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. പ്ലസ് കെ ഈക്വൽ ടു 3 എന്ന് കിട്ടും. അഗെയിൻ നമുക്ക് 4ഉം 8ഉം കൂടി കട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും? ഇവിടെ 2 വരും. ദാറ്റ് ഈസ് -125 ഡിവൈഡഡ് ബൈ 2. ഇവിടെ 6ഉം 4ഉം കൂടി കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 3/2 എന്ന് വരും. ദാറ്റ് ഈസ് 3 ഇൻറ്റു 25 എത്ര വരും? 75 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും.
പ്ലസ് കെ ഈക്വൽ ടു 3 എന്ന് കിട്ടും. ഇനി നോക്കിയാൽ ഇവിടെ രണ്ട് ഡിനോമിനേറ്റർ സെയിം ആണ്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, -125 പ്ലസ് 75 ഡിവൈഡഡ് ബൈ 2 പ്ലസ് കെ ഈക്വൽ ടു എത്ര എന്ന് കിട്ടും, നമുക്ക് 3 എന്ന് കിട്ടും. ഇത് എത്രയാണ്, -50 ആണ്. സോ -50/2 പ്ലസ് കെ ഈക്വൽ ടു എത്ര എന്ന് വന്നു, 3 എന്ന് വന്നു. -50/2 എന്ന് പറയുന്നത് എത്രയാണ്, -25 ആണ്. സോ -25 പ്ലസ് കെ ഈക്വൽ ടു 3 എന്ന് കിട്ടി. ദെയർഫോർ കെ ഈക്വൽ ടു എത്ര എന്ന് വരും, 3. ഈ -25 റൈറ്റ് സൈഡിലേക്ക് പോയി, പ്ലസ് 25 എന്ന് വന്നു, വിച്ച് ഈസ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടി, നമുക്ക് 28 എന്ന് കിട്ടി. സോ വാല്യൂ ഓഫ് കെ എന്ന് പറയുന്നത് എത്രയാണ്, 28 ആണ്. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഏതാണ് ആകെ വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്, സാധാരണ നമുക്ക് x - a എന്നുള്ള ഫോമിലാണ് തരുന്നത്. അതിന് പകരം എന്താണെന്നേ ഉള്ളൂ, 2x + 5 എന്നുള്ള രീതിയിലാണ് തന്നത്. അത് നമുക്ക് വെച്ച് അതിനെ x - a എന്നുള്ള ഫോമിലേക്ക് ആക്കി. ദെൻ പി ഓഫ് ദാറ്റ് a ഈക്വൽ ടു എത്ര എന്ന് തന്നിട്ടുണ്ട്, 3 എന്ന് തന്നിട്ടുണ്ട്. ആ റിമൈൻഡറിന്റെ വാല്യൂ എത്രയാണോ തരുന്നത് അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട്. ആ റിമൈൻഡർ 0 ആണ് തരുന്നതെങ്കിൽ എന്താണ്, p of -5/2 ഈക്വൽ ടു 0 എന്ന് എഴുതിയാൽ മതി. ഓക്കെ. Next one, find the polynomial when divided by x - 3 leaves quotient x² plus 4x - 3 and remainder 93. അതായത് ഏതോ ഒരു പോളിനോമിയലിനെ x - 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോഷ്യന്റ് എന്ന് പറയുന്നത് എന്താണ്, x² plus 4x - 3യും റിമൈൻഡർ എന്ന് പറയുന്നത് 93 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പോളിനോമിയൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഡിവിഷൻ അൽഗോരിതം വെച്ചറിയാം. ഡിവിഷൻ അൽഗോരിതത്തിൽ എന്താണ് പറയുന്നത്, പോളിനോമിയൽ എന്ന് പറയുന്നത് എന്താണ്, ആ ഡിവിഡൻഡ് അല്ലെ, ഡിവിഡൻഡ് അല്ല ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ ആണ് അല്ലെ. ഇത് നമ്മൾ ഡിവിഷൻ അൽഗോരിതത്തിൽ പഠിച്ചതാണ്, തിയറി പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് അല്ലെ. ഏതൊരു പോളിനോമിയലിനെയും എസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഡിവൈസർ ആണ്. ഏത് വെച്ചാണോ ഡിവൈഡ് ചെയ്യുന്നത് ആ ഡിവൈസർ ഇൻറ്റു ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, കോഷ്യന്റ് ആണ്. അതുപോലെ ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, റിമൈൻഡർ ആണ്. സോ നമുക്ക് നമ്മുടെ പി ഓഫ് എക്സിനെ എങ്ങനെ എഴുതാൻ പറ്റും, ഡിവൈസർ എന്ന് പറയുന്നത് x - 3 ആണ്. സോ x - 3 ഇൻറ്റു കോഷ്യന്റ് എന്ന് പറയുന്നത് ഏതാണ് കിട്ടിയിരിക്കുന്നത്, x² പ്ലസ് 4x - 3 ആണ്. പ്ലസ് റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയാണ്, 93 ആണ്. സോ എങ്ങനെ വരും ഇത്, ഫസ്റ്റ് ഞാൻ x വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് വരും, x³ പ്ലസ് 4x² മൈനസ് 3x. അടുത്ത് എന്ത് വന്നു, -3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് വരും, -3x². അടുത്ത് എന്ത് വരും, -3 ഇൻറ്റു 4x, അതായത് -12x. അടുത്ത് എന്ത് വരും, -3 ഇൻറ്റു -3 എത്ര വരും, +9 പ്ലസ് 93 എന്ന് വന്നു. സോ ദിസ് ഈസ് ഈക്വൽ ടു x³. ഇവിടെ 4x² ഉണ്ട്, -3x² ഉണ്ട്. സോ എന്ത് വരും, +x² എന്ന് വരും. -3x ഉണ്ട്, -12x ഉണ്ട്, ദാറ്റ് ഈസ് -15x. 93 പ്ലസ് 9 ഉണ്ട്, ദാറ്റ് ഈസ് +102 എന്ന് വരും. സോ ഇതായിരിക്കും എന്ത്, നമ്മുടെ പോളിനോമിയൽ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഈ ഒരു ഡിവിഷൻ അൽഗോരിതത്തിന്റെ ഓർത്ത് വെച്ചാൽ മതി, എന്താണ് പി ഓഫ് എക്സ് ഈക്വൽ ടു എസ് ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് ആർ ഓഫ് എക്സ്. ഇതിൽ എസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡിവൈസർ, ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് കോഷ്യന്റ്, ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് റിമൈൻഡർ. ഓക്കെ. നെക്സ്റ്റ്, ഫൈൻഡ് എ പോളിനോമിയൽ ഇൻ എക്സ് ഓഫ് തേർഡ് ഡിഗ്രി പോളിനോമിയൽ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വിച്ച് വാനിഷസ് വെൻ എക്സ് ഈക്വൽ ടു 5 ആൻഡ് എക്സ് ഈക്വൽ ടു -9. എക്സ് ഈക്വൽ ടു 5 വാനിഷ് ആവുന്നുണ്ട്, അതുപോലെ എക്സ് ഈക്വൽ ടു -9 വാനിഷ് ആവുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് ഈക്വൽ ടു 5 വാനിഷ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പി ഓഫ് 5 എന്ന് പറഞ്ഞാൽ എന്താണ്, 0 എന്നാണ് അർത്ഥം അല്ലെ. വാനിഷ് ആകുക എന്ന് പറഞ്ഞാൽ എന്താണ്, ആ പോളിനോമിയലിന് നമ്മൾ 5 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 0 ആണ് കിട്ടുന്നതെന്നാണ് അർത്ഥം. അതുപോലെ തന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, പി ഓഫ് -9 എന്ന് പറയുന്നത് വാനിഷ് ആവുന്നുണ്ട്, അതായത് പി ഓഫ് -9 എന്താണ്, 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം പറയാൻ പറ്റുമല്ലോ, നമ്മൾ ഫാക്ടർ തിയറത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. x - a എന്ന് പറയുന്നത് ഫാക്ടർ ആണെങ്കിൽ എന്താണ്, x - a എന്ന് പറയുന്നത് ഫാക്ടർ ആണെങ്കിൽ പി ഓഫ് a എന്ന് പറയുന്നത് 0 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. x - a എന്ന് പറയുന്നത് ഫാക്ടർ ആണെങ്കിൽ പി ഓഫ് a എന്ന് പറയുന്നത് 0 ആണ്. അതായത് പി ഓഫ് 5 ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, x - 5 എന്ന് പറയുന്നത് ഒരു ഫാക്ടർ ആയിരിക്കും. സിമിലർലി പി ഓഫ് -9 0 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറയാം, നമുക്ക് x + 9 ഈക്വൽ ടു x + 9 എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു ഫാക്ടർ ആയിരിക്കും. അതായത് നമ്മുടെ ഈ പോളിനോമിയലിന്റെ രണ്ട് ഫാക്ടറുകളാണിത്, x - 5ഉം x + 9 എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പോളിനോമിയലിനെ എങ്ങനെ എഴുതാൻ പറ്റും, പി ഓഫ് എക്സ് ഈക്വൽ ടു x - 5 ഇൻറ്റു x + 9
ഇൻറ്റു എന്തോടെ വരും, തേർഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്, ഒരു ലീനിയർ പോളിനോമിയലും കൂടി വരും. ലീനിയർ പോളിനോമിയലിന്റെ ജനറൽ ഫോം ഏതാണ്, എ എക്സ് പ്ലസ് ബി ആണ് ലീനിയർ പോളിനോമിയലിന്റെ ജനറൽ ഫോം. ക്വാഡ്രാറ്റിക് ആണെങ്കിൽ എന്ത് വരും, എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് വരും. അപ്പൊ നമുക്ക് രണ്ട് ഫാക്ടറുകൾ അറിയാം, ഏതൊക്കെയാണ്, എക്സ് മൈനസ് 5ഉം എക്സ് പ്ലസ് 9ഉം. അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയറിന്റെ ടൈമിലുള്ള ഒരു പോളിനോമിയൽ ആയിരിക്കും കിട്ടുന്നത്. അത് കൂടാണ്ട് ഏത് കാണും, ഒരു ലീനിയർ ഫാക്ടറോടെ കാണും. ആ ലീനിയർ ഫാക്ടർ ആണ് എന്ത്, എ എക്സ് പ്ലസ് ബി എന്ന് പറയുന്നത്. സോ നമുക്ക് ഇത്രയും കാര്യങ്ങൾ വെച്ച് എന്ത് കിട്ടി, നമ്മുടെ പോളിനോമിയലിന്റെ ഫോം ഇതാണെന്ന് കിട്ടി. ഇനി നമുക്ക് രണ്ട് കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്, the polynomial takes values minus 280 and 48 when x equal to 1 and x equal to minus 3. x equal to 1 വരുമ്പോൾ, അതായത് p of 1 എന്ന് പറയുന്നത് എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്, -280 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ p of -3 എന്ന് പറയുന്നത് എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്, 48 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പി ഓഫ് 1 എന്ന് പറയുന്നത് -280യും പി ഓഫ് -3 എന്ന് പറയുന്നത് 48 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു പോളിനോമിയലിനകത്തേക്ക് പി ഓഫ് 1ഉം പി ഓഫ് -3യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഫസ്റ്റ് ഞാൻ എക്സിന് 1 കൊടുക്കുവാണ്. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, ലെഫ്റ്റ് സൈഡിൽ പി ഓഫ് 1 എന്ന് കിട്ടും. അതിന്റെ വാല്യൂ എത്രയാണ്, -280 ആണ്. സോ നമുക്ക് എങ്ങനെ വരും, -280 ഈക്വൽ ടു എക്സിന് പകരം 1 കൊടുക്കുവാണ്, 1 - 5 എത്ര വരും, -4 ഇൻറ്റു 1 + 9 എത്രയെന്ന് വരും, 10 ഇൻറ്റു ഏത് വരും, എക്സിന് 1 കൊടുക്കുമ്പോൾ എ പ്ലസ് ബി എന്ന് വരും. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇവിടെ 10ന്റെ ഈ പൂജ്യവും കട്ടായി പോകും, മൈനസും കട്ടായി പോകും. 28/4 എത്രന്ന് കിട്ടും, 7 എന്ന് കിട്ടും. ദാറ്റ് ഈസ് എ പ്ലസ് ബി ഈക്വൽ ടു എന്തെന്ന് വന്നു, 7 എന്ന് കിട്ടി. അതിന് ഞാൻ ഇക്വേഷൻ 1 എന്ന് വിളിച്ചു. അടുത്ത എന്താണ്, പി ഓഫ് -3 എന്ന് പറയുന്നത് 48 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. സോ നമുക്ക് എക്സിന് പകരം എന്തെന്ന് കൊടുക്കാം, -3 എന്ന് കൊടുക്കാം. സോ ലെഫ്റ്റ് സൈഡ് എന്ത് വരും, പി ഓഫ് -3 എന്ന് വരും. ആ പി ഓഫ് -3യുടെ വാല്യൂ 48 ആണ്. സോ 48 ഈക്വൽ ടു എന്ത് വരും, എക്സിന് -3 കൊടുക്കുക, -3 - 5 സോ -8 ഇൻറ്റു -3 + 9 എത്ര വരും, 6 എന്ന് വരും. ഇൻറ്റു ഏത് വരും, -3x പ്ലസ് ബി എന്ന് വരും, അല്ല -3a അല്ലെ, എക്സിനാണ് നമ്മൾ -3 കൊടുത്തത്. സോ -3a പ്ലസ് ബി എന്ന് വന്നു. ഇവിടെ 8 × 6 എത്രയാണ്, 48 ആണ്. ഇവിടെയും 48 ഉണ്ട്. സോ 48ഉം 48ഉം കട്ടായി പോകും. ഈ മൈനസ് ഇങ്ങോട്ടേക്ക് അകത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്തെന്ന് വരും, 3a - b എന്ന് വരും, ഈക്വൽ ടു ലെഫ്റ്റ് സൈഡിൽ എന്താണുള്ളത്, 1 ആണുള്ളത്. സോ നമുക്ക് സെക്കൻഡ് ഇക്വേഷനും കിട്ടി. സോ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു, a + b ഈക്വൽ ടു 7 ആയിരുന്നു. സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്, 3a - b ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഈ രണ്ട് ഇക്വേഷൻ കൂടി ആഡ് ചെയ്താൽ എന്ത് വരും, 3a + a എത്ര വരും, 4a വരും. b - b 0 ആയി പോകും. 7 + 1 ഈക്വൽ ടു 8 എന്ന് വരും. സോ 4a ഈക്വൽ ടു 8 എന്ന് കിട്ടി. അതായത് a ഈക്വൽ ടു എത്രയാണ്, 8/4 2 എന്ന് കിട്ടും അല്ലെ. a ഈക്വൽ ടു 8/4 2 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എയുടെ വാല്യൂ കിട്ടി. ഇനി ബിയുടെ വാല്യൂ കിട്ടണം. ബിയുടെ വാല്യൂ കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി, നമുക്ക് 7 ഈക്വൽ ടു a + b എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അതിനകത്ത് എയുടെ വാല്യൂ 2 ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് എന്തെന്ന് വരും, 7 ഈക്വൽ ടു 2 + b എന്ന് വരും. ദാറ്റ് ഈസ് b ഈക്വൽ ടു 7 - 2 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്, 5 എന്ന് കിട്ടും. അതായത് ബിയുടെ വാല്യൂ നമുക്ക് എത്ര എന്ന് കിട്ടി, 5 എന്ന് കിട്ടി. സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും, പി ഓഫ് എക്സ് ഈക്വൽ ടു x - 5 ഇൻറ്റു എക്സ് പ്ലസ് 9 ഇൻറ്റു എന്തെന്ന് വരും, എക്ക് പകരം 2 കൊടുക്കാം. ദാറ്റ് ഈസ് 2x പ്ലസ് ബിക്ക് പകരം 5 എന്ന് കൊടുക്കാം. 2x + 5 എന്ന് വരും. ഇനി ഈ ഒരു പോളിനോമിയൽ നിങ്ങളൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ഫൈനൽ ആൻസർ എഴുതിയാൽ മതി. ഓക്കെ, അപ്പം ഇത് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി, നമ്മൾ സാധാ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. അതും കൂടി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഫൈനൽ പോളിനോമിയൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻ ഞാൻ PDF ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഇത്രയും കാര്യങ്ങളാണ് ഓർക്കാനുള്ളത്. ഏതാണ്, ഒരു പോളിനോമിയൽ വാനിഷ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എക്സിന് ഇത് വാല്യൂ കൊടുക്കുമ്പം അതിന്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും കിട്ടുന്നത്. ദാറ്റ് ഈസ് പി ഓഫ് 5 ഈക്വൽ ടു 0, പി ഓഫ് -9 ഈക്വൽ ടു 0 എന്ന് കിട്ടി. സോ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, x - 5 ഫാക്ടറാണ്, x + 9 ഫാക്ടറാണ്. അത് വെച്ച് നമ്മൾ ബാക്കിയെല്ലാം ചെയ്തു. ഇപ്പം എന്തെങ്കിലും ഡൗട്ട് ഈ പ്രോബ്ലങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഫൈൻഡ് ദ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ. നമുക്ക് പോളിനോമിയൽ തന്നിട്ടുണ്ട്, ഇതിന്റെ ഡിഗ്രിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും നോക്കി, പി ഓഫ് എക്സ് ഈക്വൽ ടു, ആദ്യം ഞാൻ 3x² വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. സോ എന്ത് വരും, 3x² ഇൻറ്റു എക്സ് എന്ത് വരും, 3x³ അടുത്തത് 3x² ഇൻറ്റു -1 എത്രയെന്ന് വരും, -3x².
മൈനസ് 2x ഇൻറ്റു എക്സ് എത്ര എന്ന് വരും മൈനസ് 2x സ്ക്വയർ മൈനസ് 2x ഇൻറ്റു -1 സോ പ്ലസ് 2x. അടുത്ത് എന്ത് വരും 1 ഇൻറ്റു എക്സ് ദാറ്റ് ഈസ് എക്സ് 1 ഇൻറ്റു -1 ദാറ്റ് ഈസ് -1. ബാലൻസ് എന്തൊക്കെയുണ്ട് മൈനസ് 3x ക്യൂബ് പ്ലസ് 5x സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 എന്ന് വന്നു. നോക്കി ഇനി 3x ക്യൂബ് ഉണ്ട് മൈനസ് 3x ക്യൂബ് ഉണ്ട് കട്ടായി പോകും. മൈനസ് 3x സ്ക്വയറും മൈനസ് 2x സ്ക്വയറും കൂടെ എന്താകും മൈനസ് 5x സ്ക്വയർ ഉണ്ട്. ഇവിടെ പ്ലസ് 5x സ്ക്വയർ ഉണ്ട് അതും കട്ടായി പോകും. ഇവിടെ എക്സും അല്ലെ എക്സ് ഉണ്ട് പ്ലസ് എക്സ് ഉണ്ട് മൈനസ് എക്സ് ഉണ്ട് കട്ടായി പോകും. 1 ഉണ്ട് -1 ഉണ്ട് കട്ടായി പോകും. റിമൈനിങ് എന്താണുള്ളത് 2x ആണുള്ളത്. സോ നമുക്ക് 2x എന്ന് കിട്ടി. 2xന്റെ ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ് ഡിഗ്രി എന്ന് പറയുന്നത് 1 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇത് സിമ്പിൾ ഒരു ക്വസ്റ്റൻ ആയിരുന്നു അല്ലേ. 2024 3 മാർക്കിന് ചോദിച്ചതാണ്. നെക്സ്റ്റ് ഫൈൻഡ് ഓൾ ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ പി ഓഫ് എക്സ് ഈക്വൽ ടു ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട് വിച്ച് √2 എന്ന് പറയുന്നത് ഒരു സീറോ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കൊരു റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ട് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. റിസൾട്ട് പറയുന്നത് ഏതെങ്കിലും ഒരു പോളിനോമിയൽ തന്നാൽ റിയൽ പോളിനോമിയൽ കോഎഫിഷ്യൻസ് ഒക്കെ റിയൽ നമ്പറുകളാണെങ്കിൽ അതിന് റൂട്ട് എ എന്ന് പറയുന്ന ഒരു സീറോ ഉണ്ടെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് എ എന്ന് പറയുന്ന ഒരു സീറോ ഉണ്ടെങ്കിൽ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് എ എന്ന് പറയുന്നത് അതിൻ്റെ അടുത്ത ഒരു സീറോ ആയിരിക്കും. റൂട്ട് എ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സീറോ ഉണ്ടെങ്കിൽ മൈനസ് റൂട്ട് എ എന്ന് പറയുന്നത് എന്തായിരിക്കും അതിൻ്റെ അടുത്ത ഒരു സീറോ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ √2 എന്ന് പറയുന്നത് ഇവിടെ ഒരു സീറോ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്തായിരിക്കും മൈനസ് √2 എന്ന് പറയുന്നത് എന്തായിരിക്കും അടുത്ത ഒരു സീറോ ആയിരിക്കും. അതായത് ഈ പോളിനോമിയലിന്റെ ഫാക്ടറുകൾ ഏതൊക്കെയാണ് എക്സ് മൈനസ് √2 എന്ന് പറയുന്നത് ഒരു ഫാക്ടറാണ്. അതുപോലെ എക്സ് പ്ലസ് √2 എന്ന് പറയുന്നതും ഒരു ഫാക്ടറാണെന്ന് പറയാം അല്ലേ. അപ്പോൾ നമുക്ക് ഈ പോളിനോമിയലിനെ എങ്ങനെ എഴുതാൻ പറ്റും പി ഓഫ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും എക്സ് മൈനസ് √2 ഇൻറ്റു എക്സ് പ്ലസ് √2 ഇൻറ്റു ഏതാണ് പിന്നെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അത് ഏതായിരിക്കും സം എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് നമുക്ക് എഴുതാം. ഇനി നോക്കി ഇവിടെ എക്സ് മൈനസ് √2 ഇൻറ്റു എക്സ് പ്ലസ് √2 അതെന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ എക്സ് മൈനസ് √2 ഇൻറ്റു എക്സ് പ്ലസ് √2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എക്സ് സ്ക്വയർ മൈനസ് √2ന്റെ സ്ക്വയർ ആയ 2 ഇൻറ്റു എന്തെന്ന് കിട്ടും നമുക്ക് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് കിട്ടും. അതായത് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും ഈ പോളിനോമിയലിൻ്റെ ഒരു ഫാക്ടറാണ് എന്ത് എക്സ് സ്ക്വയർ മൈനസ് 2 എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ ഒരു പോളിനോമിയലിനെ എക്സ് സ്ക്വയർ മൈനസ് 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും എന്ത് ഈ ബാക്കി എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് പറയുന്നത്. സോ നമുക്ക് അതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും ഞാൻ x⁴ പ്ലസ് എക്സ് ക്യൂബ് മൈനസ് 4x സ്ക്വയർ മൈനസ് 2x പ്ലസ് 4 എന്ന് നമുക്ക് എഴുതാം അല്ലേ. അതിനെ ഏത് വെച്ച് ഡിവൈഡ് ചെയ്തു നമ്മൾ എക്സ് സ്ക്വയർ മൈനസ് 2 വെച്ച് ഡിവൈഡ് ചെയ്തു. സോ ഇവിടെ x⁴ ആകണമെങ്കിൽ ഇവിടെ എന്ത് കൊടുക്കണം എക്സ് സ്ക്വയർ കൊടുത്താൽ പോരെ. എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 2 എന്ന് പറയുമ്പോൾ എന്ത് വരും x⁴ മൈനസ് 2x സ്ക്വയർ എന്ന് വന്നു അല്ലേ. സോ x⁴ x⁴ കൂടി 0 ആയി. എക്സ് ക്യൂബ് ഇവിടെ എക്സ് ക്യൂബിന്റെ ടൈം ഇല്ല. സോ എക്സ് ക്യൂബ് മൈനസ് 0 എന്ത് വരും എക്സ് ക്യൂബ് എന്ന് വരും. ഇവിടെ മൈനസ് 4x സ്ക്വയർ മൈനസ് 2x സ്ക്വയർ ആണ്. സോ -4 മൈനസ് 2 എത്രയെന്ന് കിട്ടും നമുക്ക് മൈനസ് 2x സ്ക്വയർ എന്ന് കിട്ടും. അടുത്ത എന്താണ് മൈനസ് 2x ബാക്കിയുള്ളത് അടുത്തപടി എടുത്തെഴുതുക മൈനസ് 2x പ്ലസ് 4 എന്ന് വന്നു. ഇനി ഇവിടെ എക്സ് ക്യൂബ് വരണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ഇവിടെ പ്ലസ് എക്സ് കൊടുത്താൽ മതി അല്ലേ. എക്സ് കൊടുക്കുമ്പോൾ എന്ത് വരും എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് വന്നു. എക്സ് ഇൻറ്റു -2 എത്ര വന്നു മൈനസ് 2x എന്ന് വന്നു. സോ എന്ത് വരും എക്സ് ക്യൂബ് മൈനസ് എക്സ് ക്യൂബ് 0 മൈനസ് 2x സ്ക്വയർ താഴെ എക്സ് സ്ക്വയറിന്റെ ടൈം ഇല്ല. അതുകൊണ്ട് എന്ത് വരും മൈനസ് 2x സ്ക്വയർ എന്ന് വരും. മൈനസ് 2x മൈനസ് 2x പ്ലസ് 2x കൂടി എന്തായി പോകും 0 ആയി പോകും. ബാലൻസ് എന്തുണ്ട് ഒരു പ്ലസ് 4 കൂടി ഉണ്ട്. ഓക്കെ 4 കൂടി എടുത്തെഴുതി. ഇനി നോക്കി ഇവിടെ മൈനസ് 2x സ്ക്വയർ വരണമെങ്കിൽ ഇതിനെ ഏത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി മൈനസ് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. മൈനസ് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും മൈനസ് 2x സ്ക്വയർ പ്ലസ് 4 എന്ന് വരും. സോ ഇതെന്താണ് ഇത് 0 ആണ് ഇതും 0 ആയി പോകും. സോ നമ്മൾ x⁴ പ്ലസ് ഇതിനെ ഇത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 എന്ന് പറയുന്നത്. അതായത് കറസ്പോണ്ടിങ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സിയുടെ സ്ഥാനത്ത് എന്ത് വരും എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 എന്ന് വരും. ഓക്കെ, അപ്പം നമുക്ക് ഈ പോളിനോമിയലിനെ ഇനി എങ്ങനെ എഴുതാൻ പറ്റും പി ഓഫ് എക്സ് ഈക്വൽ ടു
എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എന്തെന്ന് വരും, നമുക്ക് ഓൾറെഡി കിട്ടിയത് ഏതാണ്, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ആണ്. ഓക്കെ, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെയും കൂടെ ഫാക്ടറൈസ് ചെയ്യണം അല്ലേ. ഇതിനെ ഫാക്ടറൈസ് ചെയ്യാനായിട്ട് എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 എന്ന് എഴുതാം അല്ലേ. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഇതിനെ എങ്ങനെയായിരുന്നു നമ്മൾ ഫാക്ടറൈസ് ചെയ്യുന്നത്, എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റും കോൺസ്റ്റന്റ് ടൈമും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും, 1 ഇൻറ്റു മൈനസ് 2 വിച്ച് ഇസ് ഇക്വൽ ടു എന്ത് വരും, -2 എന്ന് വരും. എക്സിന്റെ കോയിഫിഷ്യന്റ് എത്രയാണ്, 1 ആണ്. സോ നമുക്ക് എന്ത് കിട്ടണം, രണ്ട് നമ്പറുകൾ കണ്ടുപിടിക്കണം, സമ്മ് 1 ആയിട്ടുള്ളതും പ്രൊഡക്റ്റ് -2 ആയിട്ടുള്ളതും. അത് ഏതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം, -2 സമ്മ് ഏതാണ്, പ്രൊഡക്റ്റ് -2 സമ്മ് 1 വരണം. സോ ഞാൻ 2ഉം -1ഉം എടുക്കാം നമുക്ക്, അല്ലെങ്കിൽ -2ഉം 1ഉം എടുക്കാം. സോ പ്രൊഡക്റ്റ് രണ്ടിന്റെയും എത്രയാണ്, ഇത് -2 വരും, ഇവിടെയും പ്രൊഡക്റ്റ് എത്രയാണ്, -2 ആണ്. സം എത്ര വരും, ഇതിന്റെ സം എത്ര വരും, 1 വരും. ഇതിന്റെ സം എന്ന് പറയുന്നത് എത്രയാണ്, -1 ആണ്. ശരിക്കും നമുക്ക് സം എത്രയാണ് വേണ്ടത്, 1 ആണ് വേണ്ടത്. സോ ഇത് വേണ്ട. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2വിനെ എങ്ങനെ എഴുതാൻ പറ്റും, എക്സ് സ്ക്വയർ എക്സിന് പകരം എന്തെന്ന് കൊടുക്കാൻ പറ്റും, 2x മൈനസ് എക്സ് എന്ന് കൊടുക്കാം അല്ലെ, പ്ലസ് 2x മൈനസ് എക്സ്. അതെന്താണ് കിട്ടുന്നത്, 2x മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, എക്സ് ആണ് വരുന്നത്. ഓക്കെ, -2 എന്ന് കിട്ടും നമുക്ക്. സോ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുക, ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുക. ദാറ്റ് ഈസ് ഇവിടുന്ന് എക്സ് ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ എന്ത് വരും, എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2. ഇവിടുന്ന് ഞാൻ -1 ഔട്ട് സൈഡ് എടുത്തു, ദാറ്റ് ഈസ് -x പ്ലസ് 2 എന്ന് വന്നു. ഇവിടെ രണ്ടിടത്തും എക്സ് പ്ലസ് 2 കോമൺ ആയിട്ടുണ്ട്. സോ ഞാൻ എക്സ് പ്ലസ് 2 ഔട്ട് സൈഡ് എടുത്തു. സോ എക്സ് പ്ലസ് 2 ഇൻറ്റു എന്തെന്ന് വരും, എക്സ് മൈനസ് 1 എന്ന് വരും. സോ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2വിനെ എങ്ങനെ എഴുതാൻ പറ്റി, എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 1 എന്ന് എഴുതാൻ പറ്റി. ദെയർഫോർ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 1 എന്ന് വന്നു. അതായത് എങ്ങനെ എഴുതാം, എക്സ് സ്ക്വയർ മൈനസ് 2വിനെ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് മൈനസ് √2 ഇൻറ്റു എക്സ് പ്ലസ് √2 ഇൻറ്റു എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 1 എന്ന് വന്നു. ദെയർഫോർ റൂട്ട്സ് സീറോസ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും, നമ്മളോട് സീറോസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എക്സ് മൈനസ് √2 എന്ന് പറയുന്നത് ഫാക്ടർ ആണെങ്കിൽ √2 എന്ന് പറയുന്നത് ഒരു 0 ആണ്. എക്സ് പ്ലസ് √2 ഫാക്ടർ ആണെങ്കിൽ -√2 എന്ന് പറയുന്നത് 0 ആണ്. എക്സ് പ്ലസ് 2 ഫാക്ടർ ആണെങ്കിൽ -2 എന്ന് പറയുന്നത് 0 ആണ്. എക്സ് മൈനസ് 1 ഫാക്ടർ ആണെങ്കിൽ 1 എന്ന് പറയുന്നത് 0 ആണ്. സോ ഇത് 4ഉം ആയിരിക്കും എന്ത്, നമ്മുടെ 0 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തൊക്കെ കുറേ കാര്യങ്ങൾ അപ്ലൈ ചെയ്യാണ്ട് ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലം ആണ് വരുന്നത്. പക്ഷേ നമുക്കറിയാം ഫൈനൽ ആൻസറിനല്ല മാർക്ക് വരുന്നത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിനാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റുവാണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും. എന്തൊക്കെയാണ്, ഈ ഒരു പ്രോബ്ലം എടുക്കുവാണെങ്കിൽ √2 എന്ന് പറയുന്നത് ഒരു 0 ആണെങ്കിൽ -√2 എന്ന് പറയുന്നത് അടുത്ത 0 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ എക്സ് മൈനസ് √2ഉം എക്സ് പ്ലസ് √2ഉം ഒരു ഫാക്ടർ ആണെന്ന് പറയാൻ പറ്റും. ആ പോളിനോമിയലിനെ നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും, ഈ ഡിവൈഡ് ചെയ്യാനൊക്കെ പറ്റും. ഇതൊക്കെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് സമയം കിട്ടുമെന്നുള്ളതാണ് ഒരു പ്രശ്നമായിട്ട് വരുന്നത്. പക്ഷേ നമുക്ക് പറ്റുന്നത്ര സ്റ്റെപ്സുകൾ ഓരോന്നിനും ചെയ്തൊരു ഇത്തിരി ലെങ്തി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം നമ്മൾ ഈ പ്രീവിയസ് ഇയർ 4 ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുവാണെങ്കിൽ 2022 ഈ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ 5 മാർക്ക് ചോദിച്ചിരിക്കുന്നതും അത്യാവശ്യം പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി 23 ചോദിച്ചിരിക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, ഡയറക്റ്റ് ഡിവിഷൻ അൽഗോരിതം വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഈ ഒരു ക്വസ്റ്റ്യൻ 5 മാർക്കിന്റെ ഈ ഒരു ക്വസ്റ്റ്യൻ, ഇതിനകത്ത് നമുക്ക് കുറച്ച് ചിന്തിക്കാനുണ്ട്. പക്ഷേ നമുക്ക് എന്താണ്, ഇതും പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു ടൈപ്പ് വരുന്ന കുറച്ച് കൂടുതൽ പ്രോബ്ലംസ് ഞാൻ ഇട്ട് തരാം, നിങ്ങൾ തന്നെ അത് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഡിഗ്രി ഇത് ഡയറക്റ്റ് ഒന്നുമില്ല, ഡയറക്റ്റ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം ആയിരുന്നു. ഇത് ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലം ആണ്. നമുക്ക് ഫൈനൽ സ്റ്റെപ്പിലേക്ക് എത്താൻ പറ്റില്ലെങ്കിലും നമുക്ക് കുറേ സ്റ്റെപ്പുകൾ ഇതിൻ്റെ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രീവിയസ് ഇയർ ചോദിച്ചത്. അപ്പം ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.